Good morning, my dear students. Today, last class we have taken the different model of the atoms, and also I have explained about the concept of isotopes, isobar and isotones, etc. Now we have to study about another portion in this atomic structure, that is the characteristics of a wave. Because you have to study about the electromagnetic spectrum for that, or you have to study about the particle nature and wave nature of radiations, and for this purpose you have to study about the characteristic of a wave. So what are the characteristics of a wave? ഇതാണ് പഠിക്കേണ്ടത്. Characteristics of a wave. ഒരു വേവ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുക ഇതേപോലെയാണ്. This is the representation of a wave. ലൈക്ക് പോകും. ഇതേപോലെ ഇതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഒരു വേവ് എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഈ വേവിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. What are the important characteristics of a wave? First one is wavelength. Wavelength എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. What is meant by wavelength? Then frequency is there. അതായത് 5 characteristics ആണ് ഒരു വേവിനുള്ളത്. One is wavelength, second is frequency, third velocity, fourth wave number, and fifth one is amplitude. These are the 5 characteristics. One by one we have to take. What is meant by wavelength? Wavelength means it is the distance between two nearest crest or trough in a wave. ഒരു വേവിൽ ഈ പറയുന്ന ക്രസ്റ്റും ട്രഫും ഉണ്ട്. എന്താണ് ക്രസ്റ്റ് എന്നറിയോ? ഇതാ ഈ ടോപ്പിലെത്തുന്ന പോയിന്റിൽ, എക്സ്ട്രീം ടോപ്പിലെത്തുന്ന പോയിന്റ്, ഇത് ഒരു ക്രസ്റ്റ് ആണ്. അതേപോലെ ഇവിടെ അടുത്ത ക്രസ്റ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ക്രസ്റ്റിൽ നിന്ന് മറ്റൊരു ക്രസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതിനെ വേവ് ലെങ്ത് എന്നാണ് പറയുക. അല്ലെങ്കിലോ ഇതിന്റെ താഴെ കാണുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ട്രഫ്. ഉന്നതി താഴ്ചതാണ്. ക്രസ്റ്റ് എന്ന് പറയുന്നത് മേലെയുള്ളത്. അപ്പം ക്രസ്റ്റ്, ട്രഫ് താഴെയുള്ളത്. ഇത് ഈ വേവിന്റെ മറ്റൊരു ട്രഫാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ രണ്ട് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അപ്പം രണ്ട് നിയറസ്റ്റ് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് നിയറസ്റ്റ് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുക. മനസ്സിലാക്കണേ. What is meant by wavelength? The distance between two nearest crest or two nearest trough is what is meant by wavelength. Wavelength is represented by lambda. That letter is, or that symbol is lambda എന്നാണ് പറയുക. അപ്പൊ wavelength എപ്പോഴും ലാംഡ ഈ സിമ്പിൾ ഉപയോഗിച്ചാണ് കാണിക്കുക. ഈ സിമ്പിൾ കണ്ടാൽ ഉടനെ മനസ്സിലാകണം അത് വേവ് ലെങ്ത് ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് ആംസ്ട്രോങ്, ANGSTROM, ആംസ്ട്രോങ്. പക്ഷെ അതിന് ഇത് പഠിച്ച, ആ സിമ്പിൾ പഠിച്ചാൽ മതി. എയുടെ മേലെ ഒരു ഡോട്ട് അല്ലെങ്കിൽ ചെറിയ സർക്കിൾ, അതിനെയാണ് ആംസ്ട്രോങ് യൂണിറ്റ് എന്നാണ് പറയുക. അപ്പൊ വേവ് ലെങ്ത് എപ്പോഴും ആംസ്ട്രോങ് യൂണിറ്റിലാണ് പറയുക. പക്ഷെ ഈ ആംസ്ട്രോങ് യൂണിറ്റ് അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടി പറയാണ്ട്, ദാറ്റ് ഈസ് നാനോമീറ്റർ.
wavelength can be expressed, or the unit of wavelength is either Armstrong or nanometer. 1 Armstrong unit is equal to 10 raised to minus 10 meter. Wavelength Armstrong യൂണിറ്റിലാണ് തരിക. അപ്പൊ അതിനെ നമുക്ക് മാറ്റാം, മീറ്ററിലേക്ക് മാറ്റാം. എത്രയാണ്? ഒരു ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 raised to minus 10 meter. Sometimes you may be given the wavelength in nanometer. ഒരു നാനോമീറ്റർ NM എന്നാണ് പറയുക. നാനോമീറ്ററിന് N എന്തോ ആദ്യം പഠിച്ചിട്ടുണ്ട് നമ്മള്, അല്ലെ? പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 raised to minus 9 meter. അപ്പം ഒന്നുകിൽ ആംസ്ട്രോങ് യൂണിറ്റിൽ പറയാം, അല്ലെങ്കിൽ നാനോമീറ്ററിൽ പറയാം. ആംസ്ട്രോങ് യൂണിറ്റ് ആണെങ്കിൽ 10 raised to minus 10 meter, നാനോമീറ്റർ ആണെങ്കിൽ 10 raised to minus 9 meter. ക്ലാസ് എടുക്കുമ്പോൾ നല്ലവരും ശ്രദ്ധിച്ചാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് നോട്ട് എഴുതുമ്പോഴേക്ക് ഇതങ്ങ് ബൈഹാർട്ടാവും. സോ വാട്ട് ഈസ് മെന്റ് ബൈ വേവ് ലെങ്ത്? What is meant by wavelength? The distance between two nearest crest or two nearest trough is known as a wavelength. Wavelength is represented by the symbol lambda. The unit of wavelength is Armstrong unit or nanometer. Armstrong unit is എയുടെ മേലെ ഡോട്ട് ഇടുന്നത്. 1 Armstrong unit is 10 raised to minus 10 meter and 1 nanometer is 10 raised to minus 9 meter. So that is the first characteristic, that is what's meant by wavelength. Now the second characteristic is called frequency. What is meant by frequency? Frequency means it is the number of waves passed through a particular point in 1 second. The number of times a wave passes through a particular point in 1 second. That is what's meant by frequency. Frequency means the number of waves which pass through a particular point in 1 second. That is what's meant by frequency. Frequency is denoted by the letter nu, N-U, nu. അതിന്റെ സിമ്പിൾ എന്താണ്? നമ്മളിപ്പോ സ്മോൾ ലെറ്റർ R എഴുതുന്നില്ലേ? സ്മോൾ ലെറ്റർ R ഇങ്ങനെ എഴുതുക. അതിൽ ചെറിയൊരു വ്യത്യാസം ഇങ്ങനെ എടുത്തിട്ട് ഒരു വളവ് ഇങ്ങനെ കൊടുത്തേക്കാം. That is what's meant by nu. സിമ്പിൾ നോട്ടിലുണ്ട്, നോക്കി പഠിച്ചു കൊടുക്കുക. അതിന് പറയും ന്യൂ എന്നാണ്, NU, ന്യൂ. That is the symbol of frequency. മനസ്സിലായി? And what is the unit of this frequency? Frequency, the unit is CPS. CPS, cycle per second. Cycle per second. Or this frequency, it is expressed in hertz, HERTZ. അതിന്റെ ഷോർട്ട് ഫോം HZ. From frequency, what is meant by frequency? It is the number of waves or number of waves passed through a particular point in 1 second. Particular point in 1 second. It is denoted by the symbol nu, NU. അതിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, nu. And what is the unit? The unit is cycle per second, CPS, cycle per second, or it is hertz, HERTZ, അതിന്റെ short form HZ. So that is the second characteristic of a wave. So first one was wavelength and second is frequency. Now the third one. The third characteristic is velocity. The third characteristic is velocity. And what is meant by velocity?
Velocity means the distance travelled by a wave in 1 second. Distance travelled by a wave in 1 second. That is what's meant by velocity. Velocity is denoted by the symbol c, velocity. The unit of velocity is meter into second negative 1. Meter per second, that is the velocity. What is meant by velocity? Velocity is the distance travelled by a wave in 1 second. Distance travelled by a wave in 1 second is called velocity. Velocity is denoted by the symbol c. And what is the unit? Unit of velocity is meter into second negative 1. And one important point is that almost all electromagnetic radiations travel with the same velocity. That means the velocity of most of the electromagnetic radiations is constant. That is given as 3 into 10 raised to 8 meter per second. 3 into 10 raised to 8 meter into second negative 1. ഒരുവിധം എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും അതായത് അതിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പം വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അത് കോൺസ്റ്റന്റ് 3 into 10 raised to 8 ആണ്. പക്ഷേ അതിന്റെ ഫ്രീക്വൻസിയും അതിന്റെ വേവ് ലെങ്തിനും മാറ്റം ഉണ്ടാവും. Electromagnetic radiations are having different wavelength and different frequency. But most of the electromagnetic radiations, the velocity is constant. Understood? And there is a relation connecting velocity, wavelength and frequency. And that relation is velocity equal to wavelength into frequency. Wavelength into frequency. So we can write it as velocity c equal to lambda into nu. C velocity, wavelength lambda, frequency nu. Understood? We relation പഠിച്ചു വെക്കണം. C equal to lambda into nu. So, if you are given the wavelength of an electromagnetic radiation, you can find the frequency. ഇതിൽ നിന്ന് കാണാം. Lambda is given. അപ്പം frequency കണ്ടുകൂടെ? Frequency nu എന്തായിരിക്കും? C by lambda. C constant ആണ്. Electromagnetic radiation C constant. അപ്പോൾ C by the given lambda, given wavelength, you can find the frequency of that radiation. Radiation wavelength നിങ്ങൾക്ക് തന്നു. ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക് ആയിട്ട് കാണാം. Using this formula, nu equal to C by lambda, because C is constant. So C by lambda. Similarly, if you are given the frequency, then you can find wavelength also. What is the formula? Lambda equal to C by nu. But electromagnetic radiation frequency നിങ്ങൾക്ക് തന്നു. അപ്പോൾ അതിന്റെ lambda കണ്ടുകൂടെ? Because C is constant, so lambda equal to C by nu. On that relation also you must remember. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടി വരും. ചില സമയം പരീക്ഷ ചോദിക്കാം. പക്ഷെ after this 5 characteristics I will give you the problems also. So these are the first 3. മൂന്ന് important characteristics ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? One is wavelength, second is frequency, and third is velocity, and the relation between wavelength, frequency and velocity. Now comes the fourth one. What is the fourth one? The fourth one is wave number. That is the fourth characteristic of a wave.
wavelength, frequency and velocity. Now the fourth one is wave number. And what is wave number? Wave number means it is the reciprocal of wavelength. Wave number is reciprocal of wavelength. Wavelength is lambda. So 1 by lambda, that is wave number. Wave number is represented by the symbol nu bar. Nu inde mele ഇതാണ് ന്യൂ ഫ്രീക്വൻസി. അതിന്റെ മേലെ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ അത് വേവ് നമ്പർ ആണ്. മനസ്സിലായോ? അപ്പം ഫ്രീക്വൻസി ഇറ്റ് ഈസ് ന്യൂ, വേവ് നമ്പർ ന്യൂ ബാർ എന്നാണ് പറയുക. ന്യൂവിന്റെ മേലെ ഒരു ബാർ ഇടുക, അത് വേവ് നമ്പർ ആണ്. And that is equal to 1 by lambda. So if you know the wavelength of an electromagnetic radiation, you can find the wave number of that electromagnetic radiation. So that is the fourth one. So what is meant by wave number? Wave number means it is the reciprocal of wavelength. Wavelength is lambda. So wave number is 1 by lambda. And what is the unit of wave number? Unit of wave number is either lambda എപ്പോഴും മീറ്ററിലല്ലേ പറയാ. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ്, നാനോമീറ്റർ മീറ്ററിലാണ്. അപ്പം മീറ്റർ -1, ലാംഡ മീറ്ററിലാണ്. അപ്പൊ 1 by lambda മീറ്റർ നെഗറ്റീവ്. അല്ലെങ്കിൽ ചില സമയം സെന്റിമീറ്റർ തരും, സെന്റിമീറ്റർ -1. അപ്പൊ ന്യൂ ബാർ മീൻസ് the unit is either meter -1 or centimeter -1. മനസ്സിലായി? അപ്പൊ നാലാമത്തത് അതാണ്. എന്താ നാലാമത്തത്? വേവ് നമ്പർ. അപ്പൊ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, then velocity and wave number. Now comes the next one, the last one. What is the last one? The last one is amplitude. That is the fifth characteristic of a wave. What is amplitude? Amplitude means it is the height of the crust. ഒരു ക്രസ്റ്റിലേക്കുള്ള ഹൈറ്റ് or depth of a trough. ട്രഫിലേക്കുള്ള ഡെപ്ത്. ഒന്നുകിൽ ക്രസ്റ്റിലേക്കുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ട്രഫിലേക്കുള്ള ഡെപ്ത്. ആ ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ്? Amplitude of a wave is either the height of the crust or depth of the trough. ട്രഫിലേക്കുള്ള താഴ്ച അല്ലെങ്കിൽ ഹൈറ്റിലേക്കുള്ള ഉയരം. That is what's meant by ക്രസ്റ്റിലേക്കുള്ള ഉയരം. That is what's meant by amplitude. Amplitude is always denoted by the letter A. Unit of distance, that can be either meter or centimeter, like that. So that's about amplitude. So now I think all of you understood the characteristics of a wave. But characteristics of a wave എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. There are 5 characteristics of a wave, and these 5 characteristics are: one is wavelength, second frequency, third velocity, fourth wave number, and the last one is amplitude. Understood? There is an important relation. And what is that relation? Velocity equal to wavelength into frequency. So if you know the wavelength of an electromagnetic radiation, you can find the frequency. Similarly, if you are given the frequency of an electromagnetic radiation, you can find the wavelength also, because almost all electromagnetic radiations have constant velocity. The velocity is constant, which is given as 3 × 10⁸ meter per second. So now comes the problem. The first problem. നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിലുള്ള പ്രോബ്ലം തന്നെയാണ് ഞാൻ എടുക്കുന്നത്.
what is the frequency and wave number associated with the radiation of visible light having wavelength lambda equal to 2500 Armstrong unit? What is the frequency and wave number associated with a visible light having wavelength equal to 2500 Armstrong unit? That's the question. Very simple. You have to use the relation. That means the relation is C equal to lambda into nu. So what is, you have to find nu. What is nu here? Nu equal to C by lambda. Now what is C? You know that it is constant. 3 into 10 raised to 8 meter into second negative 1. And what is lambda? 2500 Armstrong unit. That means 2500 into 10 raised to minus 10 meter. Here meter land karanam velocity meter lile. Appo ivide meter laaki maattu. 2500 Armstrong unit means 2500 10 raised to minus 10. Is substitute the pore. Appo endha itta nu equal to 3 into 10 raised to 8 meter into second negative 1 divided by 2500 into 10 raised to minus 10 meter. Or meter and cancel it. In 3 into 10 raised to 8, that is 3 into 10 raised to 8 by 2500 can be written as 25 into 10 square. 25 into 10 square. 2500. But 25 into 100. 100 means 10 square. Into 10 raised to minus 10. Or it is equal to 3 into 10 raised to 8 into 10 raised to 2 comes in the numerator, becomes 10 raised to minus 2. 10 raised to minus 10 comes in the numerator, becomes 10 raised to 10 divided by 25, or that's equal to 3 by 25 into, simplify this, 10 raised to 8 into 10 raised to 10 is 10 raised to 18. Correctly? 10 raised to 18 into 10 raised to minus 2 is 10 raised to 16. 10 raised to 8 into 10 raised to 10, 10 raised to 18. 10 raised to 18 into 10 raised to minus 2 is 10 raised to 16. This is the calculator we have simplify 3 by 15. That's the answer. That's equal to 1.2 into 10 raised to 15 second negative 1. This is what is our frequency of second negative 1. Unit cycle per second. Cycle per second. Second negative 1 unit. But this is what is meant by the first part. Calculate the frequency. Now, calculate the frequency. So, frequency 1.2 into 10 raised to 15 second negative 1. You are asked to find the wave number. Wave number in the nu bar equal to 1 by lambda. 1 by nu bar. Wave number is reciprocal of wavelength. But after wave frequency frequency and wave number. Wave number nu bar equal to 1 by lambda. That is 1 by 2500. But lambda is given 2500 Armstrong unit, or 1 by 2500 into 10 raised to minus 10. Or that's equal to 1 by 25 into 10 square into 10 raised to minus 10. Or that's equal to 1 by 25 into 10 raised to 2
becomes 10 raised to minus 2. 10 raised to minus 10 becomes 10 raised to 10. Or that's equal to 1 by 25 is 1 by 25. 1 by 25 into 10 raised to minus 2 into 10 raised to 10 is 10 raised to 8. This also you can use your calculator and we get 4 into 10 raised to 6. എന്താണ് വരിക ലാംഡ എന്തിനാണ് മീറ്ററിലല്ലേ അപ്പോൾ മീറ്റർ -1. I have already done this problem in the note. ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ചെയ്യുന്ന മെത്തേഡ് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ചില പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ആൻഡ് wave number of an electromagnetic radiation having wavelength equal to 2500 Armstrong unit. I hope that all of you understood. So, കാരണം മറ്റൊന്നും നോക്കണ്ട നിങ്ങൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂയാണ്. അതിൽ സി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഓർമ്മിക്കുക. സിയുടെ വാല്യൂ ബൈഹാർട്ട് പഠിക്കുക. 3 into 10 raised to 8 meter into second -1. That is the first problem which I have already done in the note. So you can just copy it down in your chemistry note. One more problem is there. Determine the wavelength of an electromagnetic radiation of frequency. Determine the wavelength of an electromagnetic radiation of frequency 1.5 into 10 raised to 16 hertz. അല്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡോ സെക്കൻഡ് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ ഹെർട്സ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ 1.5 into 10 raised to 16 that is frequency. അപ്പം frequency is given. What is the formula? C equal to lambda into nu. You have to find lambda. Lambda equal to C by nu. Wavelength അല്ലേ കാണാൻ പറഞ്ഞത്. അപ്പോൾ lambda equal to C by nu. Again, what is C? വീണ്ടും ഞാൻ എഴുതുന്നത് എന്തുകൊണ്ടാണ് ഇത് ബൈഹാർട്ട് ആണ്ടിട്ടാണ്. C equal to 3 into 10 raised to 8. മാറിപ്പോയത് പരീക്ഷക്ക് ഇത് C കോൺസ്റ്റന്റ് ആണ് അതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കേണ്ടതാണ്. 3 into 10 raised to 8 ആണ് മൈനസ് ഒന്നുമില്ല. 3 into 10 raised to 8 meter into second -1. What is nu? That's given 1.5 into 10 raised to 16 second negative ഒന്ന് ഇട്ടാൽ മതി ഹെർട്സിന് പകരം അതാണ് യൂണിറ്റ്. So what is lambda? Lambda is equal to 3 into 10 raised to 8 meter into second -1 by nu 1.5 into 10 raised to 16 second -1. ശരിയല്ലേ? സിംപ്ലിഫൈ ചെയ്തൂടെ? ഇതാണ് 3 by 1.5 into ഇവിടെ ഇപ്പൊ second -1 ക്യാൻസൽ ചെയ്ത് മീറ്റർ ലാംഡ ഇപ്പോ മീറ്ററിലാണ് വേണ്ടത്. അപ്പോൾ എത്ര വരിക 3 into 10 raised to 8. 10 raised to 16 becomes 10 raised to minus 16. അപ്പോൾ എത്ര വരിക 3 by 1.5 is 2. കറക്റ്റ് അല്ലേ? Into 10 raised to 8 into 10 raised to minus 16. 10 raised to minus 8. 2 into 10 raised to minus 8. That much meter. This is what is meant by the wavelength. Well, these are the type of problems which you can expect or which you can expect for examination. അതായത് എക്സാമിനേഷൻ ചോദ്യം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചില സമയം ചോദിക്കാം. അതായത് ഒന്നുകിൽ ലാംഡ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചില സമയത്ത് വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായി? ഇനി അങ്ങോട്ടുണ്ട് ഈ വേവ് ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഓർമ്മ വേണം, ആ റിലേഷൻസ് എപ്പോഴും ഓർമ്മ വേണം. അപ്പൊ ദാറ്റ് ഇസ് അബൌട്ട് the two type of problems. And these two problems are written in the notebook and you just copy it down in your chemistry note. So that's about the characteristics of a wave. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോമാഗ്നെറ്റിക് spectrum. ഇതാണ് electromagnetic spectrum. What is meant by electromagnetic spectrum?
Electromagnetic spectrum consists of different type of electromagnetic radiations. Electromagnetic radiations il pettadana radio waves, long radio waves, then radio waves, microwaves, infrared rays, visible rays, ultraviolet rays, then X-rays, gamma rays. ഇങ്ങനെ പലതരത്തിലുള്ള electromagnetic radiations ഉണ്ട്. The arrangement of these electromagnetic radiations in the increasing order of wavelength or increasing order of frequency or decreasing order of wavelength or decreasing order of frequency is what is meant by electromagnetic spectrum. So once again, what is meant by electromagnetic spectrum? The arrangement of various electromagnetic radiations. Arrangement of various electromagnetic radiations in the increasing or decreasing order of wavelength or frequency is known as electromagnetic spectrum. Normally, an electromagnetic spectrum can be represented like this. ഞാൻ ഇതും നോട്ടിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോൾ വേവ് ലെങ്ത് കാണിക്കുന്ന ലൈനാണ്. വേവ് ലെങ്ത്, ദാറ്റ് മീൻസ് ലാംഡ. ഇത് സാധാരണ ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി കാണിക്കുന്നതാണ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. അപ്പം ഇതിൽ സാധാരണയായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് നമ്മുടെ ഐസ്, അതായത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരൊറ്റ റീജിയനേ ഉള്ളൂ. ആ റീജിയൻ പറയുക വെച്ചാൽ വിസിബിൾ റീജിയൻ എന്നാണ് അതിന് പറയുക. വിസിബിൾ, മനസ്സിലായോ? ആ വിസിബിൾ റീജിയന് രണ്ട് സൈഡിലുമായിട്ടാണ് ബാക്കിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉള്ളത്. അതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൽപ്പെട്ടതാണ് ഇതാണ് ഇൻഫ്രാറെഡ്. അതിലും വലത്തോട്ട് പോകുമ്പോൾ മൈക്രോവേവ്സ്, അതും കഴിഞ്ഞാൽ റേഡിയോ വേവ്സ്, അത് കഴിഞ്ഞാൽ ലോങ് റേഡിയോ വേവ്സ്. ഇതൊക്കെ നോട്ടിലുണ്ട്. ഇപ്പം മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനെ ധാരാളം ഇലക്ട്രോമാഗ്നറ്റിക്, ഇതൊക്കെ എന്താണ്? വിച്ച് കനോട്ട് ബി ഡിറ്റക്റ്റഡ് വിത്ത് അവർ ഐസ്. നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് വിസിബിൾ എന്ന് പറയുന്നത്. ഇതേപോലെ വിസിബിളിന്റെ അടുത്ത ഭാഗത്ത് വരുന്ന റേസ് ആണ് അൾട്രാവയലറ്റ് റേസ്. ദെൻ അൾട്രാവയലറ്റ് കഴിഞ്ഞാൽ വരുന്നത് എക്സ് റേസ്, ദെൻ ഗാമ റേസ്. ഇത് ഗാമ റേസ്, എക്സ് റേസ്, ഗാമ റേസ്. ഇതിൽ ഈ വിസിബിൾ റീജിയൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആ വിസിബിൾ റീജിയണിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കളേഴ്സ് ആണ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. വിബ്ജിയർ എന്ന് പറയുന്നത് അല്ലെ? വിബ്ജിയർ എന്ന് പറയുന്നത് എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ റീജിയൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള റീജിയൻസിനൊന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് in the increasing or decreasing order of wavelength or frequency is what is meant by electromagnetic spectrum. ഞാനിപ്പം ഇതില് നിങ്ങളുടെ നോട്ടില് കൊടുത്തത്, ഇത് കൺഫ്യൂഷൻ വേണ്ട, നോട്ടിൽ കൊടുത്ത താഴത്തെ ലൈനായിരുന്നു വേവ് ലെങ്ത് കൊടുത്തത്. ഇത് വേവ് ലെങ്ത് ആണ്, ഇത് ഫ്രീക്വൻസിയാണ്. അപ്പൊ ഇവിടെ വിസിബിൾ റീജിയൻ ആണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത്
10 raised to minus 7 ആ ഓർഡറിലാണ് വരിക. അതേസമയത്ത് ഫ്രീക്വൻസി ആണെങ്കിലോ അതിന്റെ 10 raised to 15 ആണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പം ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അല്ലാതെ അതിന്റെ വേവ് ലെങ്ത് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണെന്നൊന്നും ഇതായിട്ട് ഓർമ്മിക്കേണ്ട. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ ഇതാ ഇങ്ങോട്ട് പോകുന്നത് ഇത് ഇൻക്രീസിംഗ് ഓർഡർ ആണ്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. അപ്പൊ മേലത്ത് എന്താ വരിക, വലത്തോട്ടേക്ക് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി, ഡിക്രീസിംഗ്. കാരണം വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ന്യൂ ആണ്. ഇപ്പൊ ലാംഡ ഇൻറ്റു ന്യൂ എന്ന് പറയുമ്പോൾ എന്താ വരിക, വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കുറവാണെങ്കിലോ ഫ്രീക്വൻസി കൂടും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ഗാമ റേസിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത്, റേഡിയോ വേവ്സിനാണ് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി. അതായത് റേഡിയോ വേവ്സ് നിങ്ങൾക്കറിയാം, ഫ്രീക്വൻസി മോഡുലേഷൻ FM റേഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഫ്രീക്വൻസി വളരെ കുറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പെട്ടതാണ് റേഡിയോ വേവ്സ്. അതേസമയത്ത് വേവ് ലെങ്ത് ഓഫ് റേഡിയോ വേവ്സ് വളരെ കൂടുതലാണ്. അപ്പം കൂടുതലായിട്ടൊന്നും ഇതിൽ ഓർമ്മിക്കേണ്ട. പക്ഷെ വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? The arrangement of various electromagnetic radiations in the increasing or decrease, the increasing on increasing or decreasing order of wavelength or frequency is what is meant by electromagnetic spectrum. In electromagnetic spectrum, we can detect only one region, and that is called the visible region, which consists of 7 colors. And that 7 color is the Vibgyor. All the other electromagnetic radiations cannot be detected with our eye. And such electromagnetic radiations, in the pair long radio waves, microwaves, infrared, then ultraviolet, X-rays and gamma rays. This is what is meant by electromagnetic spectrum. ഞാൻ ഡീറ്റെയിൽ അയച്ചത് നോട്ടിൽ ചിത്രം വരച്ചെന്ന് തന്നിട്ടുണ്ട്. അത് അതേപോലെ വരച്ച് അതിന് പഠിച്ചു വെക്കാം. പക്ഷെ അവിടെ ഞാൻ ഫ്രീക്വൻസിയും പിന്നെ വേവ് ലെങ്തിന്റെ ഇതൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇതും ഓർമ്മിച്ച് വെച്ചാൽ മതി. വിബ്ജിയർ വിസിബിളിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും, വിബ്ജിയറിന്റെ പിന്നെ വേവ് ലെങ്ത് എത്രയായിരിക്കും, പിന്നെ അതിന്റെ ഓർഡർ. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സിനാണ്, ഏറ്റവും കുറവ് ഗാമ റേസിനാണ്. അതേപോലെ ഫ്രീക്വൻസി ഏറ്റവും കുറവ് റേഡിയോ വേവ്സിനാണ്, ഏറ്റവും കൂടുതൽ ഗാമ റേസിനാണ്. That's all. So that's about electromagnetic spectrum. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് പോയിന്റ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് particle nature of electromagnetic radiation. Particle nature of electromagnetic radiation അറിയണം. പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയും. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേവ് നേച്ചർ ഉണ്ട്. കാരണം വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. കാരണം എന്തുകൊണ്ട് നമ്മളിപ്പം പറഞ്ഞു ഫ്രീക്വൻസി വേവ് ലെങ്ത് ഒക്കെ നമ്മൾ കാണിച്ചു ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ സാധാരണയായിട്ട് ഒരു വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് by the phenomenon of diffraction, interference, etc. പക്ഷേ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വേവ് നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അതുകൊണ്ടാണല്ലോ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ പറയുന്നത്. പക്ഷേ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ആ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കണം. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നേച്ചർ? അത് വളരെ സിമ്പിൾ ആണ്. കാരണം വേവ് നേച്ചർ ഉള്ളത് കൊണ്ടാണല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഒക്കെ നമ്മൾ തന്നു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ. അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. In order to explain the particle nature, we have to study about certain principles. And those principles are, one is called Planck's quantum theory. Planck's
ക്വാണ്ടം തിയറി. ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണല്ലോ. കാരണം എന്താ ഇതൊക്കെ എന്താ വെച്ചാല് ഒരു പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതൊന്ന് ശരിക്കും മനസ്സിരുത്തി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടൊന്ന് പഠിക്കണം. അത്രയും ആവശ്യമില്ല. അതായത് നമ്മൾ വേവ് നേച്ചർ എപ്പോഴും, അതാണ് ഞാൻ ആദ്യം വേവ് ക്യാരക്ടറിസ്റ്റിക് എടുക്കാൻ കാരണം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വിഷമമില്ലല്ലോ. എന്തുകൊണ്ട്? കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി, അതിന്റെ വേവ് ലെങ്ത്, ഇതൊക്കെ നമുക്ക് ഫിഗർ വരച്ചപ്പോൾ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ വേവ് നേച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിഷമമില്ല. ഇനി മാത്രമല്ല, മറ്റു ചില എക്സാമ്പിൾസ് ഉണ്ട്, ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ഡൈഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഫിനോമിനൻസ് ഉണ്ട്. അതൊക്കെ വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ആ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചില പ്രിൻസിപ്പിൾസ് പഠിക്കണം. അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പൊ എന്താണ് ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി നോക്കാം നമുക്ക്. മാക്സ് പ്ലാങ്ക്, that is the name of the scientist, Max Planck, proposed that radiant energy is emitted or absorbed. Radiant energy is emitted or absorbed not continuously but discontinuously in the form of small packets or bundles. Small packets or bundles. Each packet or bundle is called one quanta or one quantum of energy. സാധാരണയായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എനർജിനെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ എനർജിനെ എമിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി നോട്ട് കണ്ടിന്യൂസ്ലി, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല, നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് discontinuously in the form of small packets or bundles. Each packet or each bundle is what is meant by a quanta or quantum of energy. The energy associated with the one quanta, energy associated with one quanta is directly proportional to frequency. ഒരു ക്വാണ്ടം എനർജി എന്ന് പറയുന്നത്, ഒരു ക്വാണ്ടം എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ്. അപ്പം എനർജി ഈസ് ഇ, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എനർജി അസോസിയേറ്റഡ് വിത്ത് വൺ ക്വാണ്ടം ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. Or E equal to a constant h into frequency, and that h is what is meant by Planck's constant. Planck's constant, and its value is 6.626 into 10 raised to minus 34 joule into second. പരീക്ഷയ്ക്കൊക്കെ ഈ വാല്യൂ തരും, പക്ഷെ എന്നാലും ഓർമ്മിച്ചു വെക്കുക. എച്ചിന്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 6.626 into 10 raised to minus 34 joule into second, or 6.626 into 10 raised to minus 34 kilogram meter square second negative 1. This is what is meant by the value of h. നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് ഓർമ്മ വേണം. അപ്പം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. അതായത് സാധാരണയായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേറ്റ് ചെയ്യില്ല. അതെന്താ ചെയ്യുന്നത്? ചെറിയ ചെറിയ പാക്കറ്റ്സ് അല്ലെ ചെറിയ ചെറിയ ബണ്ടിലായിട്ടാണ് അത് എമിറ്റ് ചെയ്യുന്നത്. ഓരോ പാക്കറ്റിനും അല്ലെ ഓരോ ബണ്ടിലിനും പറയാ ഒരു ക്വാണ്ട അല്ലെങ്കിൽ ഒരു ക്വാണ്ടം എനർജി എന്നാണ് പറയുക. ഇപ്പൊ ലൈറ്റ് ആണെങ്കിലില്ലേ, ലൈറ്റിന്റെ ആ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം എന്ന് പറയുന്നത് ഒരു ഫോട്ടോൺ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ലൈറ്റിൽ പഠിച്ചിട്ടുണ്ടാവും ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാണ്ടം
energy. In the case of light, this quanta is known as photon. Light il eppoഴും photon എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ എനർജി നമ്മൾ എന്താ പറയാ? ഒരു ക്വാണ്ട എനർജി അല്ലെങ്കിൽ ഒരു ക്വാണ്ടം എനർജി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ക്വാണ്ടം എനർജി, ഒരു ക്വാണ്ടം എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ ഈ ഒരു ക്വാണ്ടം എനർജി E directly proportional to frequency nu. So what is E? E equal to h into nu, where h is what is meant by Planck's constant and its value is given here. So this is what is meant by the first principle, Planck's quantum theory. Understand? അപ്പോൾ എപ്പോഴും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. ഓരോ പാക്കറ്റിൽ ഓരോ ബണ്ടിലായിട്ടാണ് എനർജി എപ്പോഴും എമിറ്റ് ചെയ്യുക. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന എനർജി ഒരു ക്വാണ്ടം എന്നാണ് പറയുക. ആ ക്വാണ്ടം എനർജി അതേപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ടുഡേ ഐ എം സ്റ്റോപ്പിംഗ് ദ ക്ലാസ് ആൻഡ് we can have today there is I will send you the notes also. You can just write the notes and assignment also will be there. I will send the assignment in the night itself and you can answer the assignment and send it to me. I will give you the instructions.